സോഷ്യൽ മീഡിയ ഭീമനായ മെറ്റയെ സംബന്ധിച്ചുള്ളൊരു വാർത്തയിൽ നിന്ന് തന്നെയാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, മെറ്റ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ രംഗത്തെ ഏറ്റവും വലിയ കമ്പനിയാണ്. മെറ്റയെ ഈ വളർച്ചയിലേക്ക് എത്തിച്ചത് ഇന്ന് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ വാട്സാപ്പും ഒക്കെയാണ്. പക്ഷേ ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളും മെറ്റയ്ക്ക് നഷ്ടമാകുമോ എന്നുള്ളൊരു സംശയത്തിലാണ്, ഒരു ആശങ്കയിലാണ് ഇപ്പോഴുള്ളത്. കാരണം അമേരിക്കയിലൊരു കേസ്, അതിൻ്റെ വാദം നടക്കുകയാണ്. വാട്സാപ്പിനെയും ഇൻസ്റ്റഗ്രാമിനെയും സക്കർബർഗിൻ്റെ ഈ കമ്പനി ഏറ്റെടുത്തതിനെതിരെയാണ് US ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ഇങ്ങനെയൊരു കേസെടുത്തിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാദം തുടരുകയാണ്. ഇത് സക്കർബർഗിന് നഷ്ടമാകുമോ എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. ദാവൂദ് സർ, എന്തായിരിക്കും ഈ വാദത്തിനൊടുവിലുണ്ടാവുക? സക്കർബർഗിനെ പൂട്ടുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇതൊരു സാങ്കേതികമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ US ഫെഡറൽ ലോയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ്. ഈ കേസ് ആക്ച്വലി എടുക്കുന്നത് 2020 ഡിസംബറിൽ എടുക്കുന്ന കേസാണ്. കൊളംബിയ ഡിസ്ട്രിക്ട് കോർട്ടിലാണ് ആ കേസ് വരുന്നത്. അത് 2 തവണ ആ കേസ് തള്ളിപ്പോയി എന്ന് പറയാവുന്ന, വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കാൻ ഈ FTCക്ക് ഫെഡറൽ ട്രേഡ് കമ്മീഷണറേറ്റിന് സാധിക്കാത്തത് കൊണ്ട് മാറ്റിവെക്കുകയോ ഒരു തവണ തള്ളുകയും പിന്നെ വീണ്ടും റീഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു കേസാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച April 14 എനിക്ക് തോന്നുന്നത്, അതിൻ്റെ ഏറ്റവും ഒടുവിൽ FTC കൊടുത്തിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സുകൾ വെച്ചുള്ള ട്രയൽ ആരംഭിക്കുകയാണ് ചെയ്തത്. അതിൽ സക്കർബർഗിനെ ടെസ്റ്റിഫൈ ചെയ്തു. ആ ഒരു ട്രയൽ പ്രോസസ്സ് തന്നെ കുറച്ച് കാലം, ജൂലൈ വരെയൊക്കെ നീണ്ടു നിൽക്കും അവിടുത്തെ ഒരു രീതി വെച്ചിട്ട്. അപ്പോൾ അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഇവർ മൊണോപ്പൊളി ലോസ് ബ്രീച്ച് ചെയ്തു, മൊണോപ്പൊളി പ്രാക്ടീസസ് ബ്രീച്ച് ചെയ്തു. ഇവരുടെ ഈ ഇൻഡസ്ട്രി ഉണ്ടല്ലോ, പേഴ്സണൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇൻഡസ്ട്രി, PSNN ഇൻഡസ്ട്രിയിലുള്ള മറ്റ് പ്ലെയേഴ്സിനെ, മറ്റ് കമ്പനികൾക്ക് വളരാൻ സാധിക്കാത്ത വിധമുള്ള പ്രാക്ടീസസ് ഇവർ നടത്തി എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള ചാർജ്. അതിൽ ഇൻസ്റ്റൻസ് ആയിട്ട് വരുന്നത്, അമൃത പറഞ്ഞ പോലെ, വാട്സപ്പിന് എനിക്ക് തോന്നുന്നത് 2012 ഇവർ എടുക്കുന്നത്. 2014 ഇൻസ്റ്റ എടുക്കുന്നത്. അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന, അവർ കൊടുത്ത വില എന്ന് പറയുന്നത് സാമാന്യമായിട്ട് നമ്മളൊരു മാർക്കറ്റിൽ ഇടാൻ പറ്റുന്ന വിലയുടെ എത്രയോ ഇരട്ടി അധികം കൊടുത്തുകൊണ്ട് ഏറ്റെടുത്ത ആ ഒരു പ്രാക്ടീസ് ശരിയായ പ്രാക്ടീസ് അല്ല. അതൊരു ഒരു ട്രസ്റ്റിൻ്റെ പ്രശ്നം അതിനകത്തുണ്ട്. ആൻറ്റി മൊണോപ്പൊളി ലോസ്, അല്ലെങ്കിൽ ആൻറ്റി മൊണോപ്പൊളി പ്രാക്ടീസസ് വെച്ച് നോക്കുമ്പോൾ അത് ശരിയല്ല എന്നുള്ളതാണ് FTCയുടെ കണ്ടെത്തൽ, അല്ലെങ്കിൽ അവരുടെ ഇവർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. അപ്പം പിന്നെ എന്ന് മാത്രമല്ല, ആ ഏറ്റെടുക്കലിന് മുമ്പായിട്ട് സക്കർബർഗ് അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സുമായി നടത്തിയിട്ടുള്ള ആശയവിനിമയങ്ങൾ, ഇമെയിലുകൾ, അതൊക്കെ ഇവർ തെളിവായിട്ട് കൊണ്ടുവരുന്നത്. അതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ ശരിയായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം സക്കർബർഗിന് അല്ലെങ്കിൽ ഫേസ്ബുക്കിന് അതല്ലെങ്കിൽ മെറ്റയ്ക്കൊരു പോളിസി ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രിയിൽ മറ്റൊരു പ്ലെയർ വളരാൻ അനുവദിക്കരുത്. ബൈ ഓർ ബറി എന്നുള്ളൊരു പോളിസിയാണ് സക്കർബർഗ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ആരോപണം. ഒന്നുകിൽ അവരെ മേടിക്കുക, അല്ലെങ്കിൽ അവരെ കുഴിച്ചു മൂടുക. അപ്പോൾ ആ ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ വില കൊടുത്തിട്ട് ഇതുണ്ടാക്കിയത്, ഈ മെറ്റയും ഇൻസ്റ്റയും ഏറ്റെടുത്തത് എന്നുള്ളതാണ് ആരോപണം. ഇദ്ദേഹത്തിൻ്റെ ടെസ്റ്റിഫിക്കേഷൻ ഇത് കഴിഞ്ഞു, വിചാരണ കഴിഞ്ഞു. അതിൽ അദ്ദേഹം പറയുന്ന, ഒന്നാമത് ഈ മൊണോപ്പൊളി ഇല്ല എന്ന് നിങ്ങൾ പറയല്ലേ, മൊണോപ്പൊളിയാണ് ഉള്ളതെന്ന് പറയല്ലേ. ഇവിടെ ഫെയർ ട്രേഡാണ് നടക്കുന്നത്, കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വലിയ കോമ്പറ്റീഷൻ ടിക്ടോക്കിൽ നിന്ന് നേരിടുന്നുണ്ട്, യൂട്യൂബിൽ നിന്ന് നേരിടുന്നുണ്ട്, അവർ ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫേസ്ബുക്ക് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവർക്ക് 70% ഷെയർ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ 36% മറ്റേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യം. അതിലൊരു പ്രശ്നമുണ്ട്. ഫേസ്ബുക്കിൻ്റെ ഈ 70% കുറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത് ഇവരുടെ തന്നെ വേറെ, ഇപ്പോൾ ഇൻസ്റ്റ വന്നു, വാട്സപ്പ് വന്നു, ആളുകൾ മറ്റ് പല പ്ലാറ്റ്ഫോമുകൾ ഇതൊക്കെ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് കൂടെയാണ്. പക്ഷെ അത് അദ്ദേഹം പറയുന്നില്ല, ഞങ്ങളുടെ ഷെയർ ഇത്രയും കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലുള്ള ഒരു മൊണോപ്പൊളൈസേഷൻ നടക്കുന്നില്ല, കുത്തകവൽക്കരണമല്ല നടക്കുന്നത്, ഫെയർ കോമ്പറ്റീഷനാണ് നടക്കുന്നത് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. പക്ഷെ അതൊരു സ്ട്രോങ് ആയ കേസാണ്. കാരണം FTC 2020 മുതൽ ഇതിൻ്റെ പിറകെ നടക്കുന്നുണ്ട്. അമേരിക്കയിൽ ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് വളരെ ഓപ്പണായിട്ടുള്ള ലോസ് ഉള്ളൊരു രാജ്യമാണ്. അതുകൊണ്ടാണ് ഇതൊരു കേസ് രജിസ്റ്റർ ചെയ്ത് തന്നെ.
പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ അത് നേരത്തെയുള്ളൊരു ആവേശം FTCക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഇപ്പോൾ FTCയുടെ ചീഫായിട്ട് എന്താണ് FTC എന്ന് പറയുമ്പോൾ ഫെഡറൽ ട്രേഡ് കമ്മീഷണറേറ്റ്, അപ്പോൾ അതിൻ്റെ കമ്മീഷണറായിട്ട് നിയോഗിച്ചിരിക്കുന്ന ആൻഡ്രൂ ഫെർഗൂസൺ എന്ന് പറയുന്ന ആൾ ട്രംപ് അപ്പോയിൻ്റ് ചെയ്യാണ്. ട്രംപിൻ്റെ വളരെ വിശ്വസ്തനായിട്ടുള്ള ആളാണ്. എന്ന് മാത്രമല്ല സുക്കർബർഗും ട്രംപും തമ്മിലുള്ള അവരുടെ നോംസ് വളരെ പക്കയാണ്. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ഫണ്ടിലേക്ക് തന്നെ മില്യൺ കണക്കിന് സംഭാവന കൊടുത്തിട്ടുണ്ട്. അവർ തമ്മിൽ വളരെ നല്ല പേഴ്സണൽ റാപ്പോ ഉണ്ട്. പിന്നെ ഈ ട്രംപിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഫാക്ട് ചെക്കിംഗ് ഒക്കെയാണ്. ഇത്തരം സംഗതികളിൽ ഫേസ്ബുക്കും ഇൻസ്റ്റയും അവരുടെ പോളിസികൾ ലൂസാക്കിയിട്ട് അത് ട്രംപിൻ്റെ ആവശ്യപ്രകാരമാണ്. ട്രംപിൻ്റെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് തൻ്റെ പോളിസികളിൽ മാറ്റം വരുത്തുന്നതിൽ വളരെ ഫ്ലെക്സിബിളാണ് ഈ പറയുന്ന സുക്കർബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ സുക്കർബർഗിന് ട്രംപിൻ്റെ ഒരു അപ്പോയിൻ്റ് FTC ആയിട്ടിരിക്കെ ഈ കേസ് പഴയ ഒരു ആവേശത്തിൽ പോകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല ഓൺലൈൻ ചാനലുകളൊക്കെ ഇത് ഫേസ്ബുക്ക് പൂട്ടാൻ പോകുന്നു, ഇൻസ്റ്റ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. എനിവേ FTCയുടെ ഈ പറയുന്ന അവരുടെ ചാർജ് പൂർണ്ണമായിട്ടും തെളിയിക്കപ്പെടുകയാണെങ്കിൽ തന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഫേസ്ബുക്ക് ഇല്ലാതാവുകയോ അല്ല ഇൻസ്റ്റ ഇല്ലാതാവുകയോ വാട്സപ്പ് ഇല്ലാതാവുകയല്ല. മാക്സിമം സംഭവിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിലും ഇൻസ്റ്റയിലുമുള്ള മെറ്റ പ്ലാറ്റ്ഫോംസ് ഇങ്ക് ആണല്ലോ ഇതിൻ്റെ മദർ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റ പ്ലാറ്റ്ഫോംസ് ഇങ്കിന് അവർ ഇൻസ്റ്റയിലും വാട്സപ്പിലും ഡൈവേസ്റ്റ് ചെയ്യും. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിക്കും. അത് സ്വതന്ത്ര കമ്പനികളാകുക എന്നുള്ളതായിരിക്കും മാക്സിമം സംഭവിക്കാവുന്നത്. അല്ലെങ്കിൽ ഫൈൻ വരുന്നതാണ്. ഫൈൻ എന്ന് പറയുമ്പോൾ മെറ്റയെ സംബന്ധിച്ചിടത്തോളം അത് പുതിയ കാര്യമല്ല. 2019 എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രിവസി ബ്രീച്ചുമായി ബന്ധപ്പെട്ട് $2 ബില്യൺ അവർ ഫൈൻ അടച്ചിട്ടുണ്ട്. വേറെയും ഒരുപാട് പ്രിവസി ബ്രീച്ചുമായി ബന്ധപ്പെട്ട കേസുകളാണ് അവർക്കെതിരെ കൂടുതൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ഫൈൻ അടച്ച് അവർ അത് പ്രശ്നം പരിഹരിക്കുമായിരിക്കും. പക്ഷേ ഈ പറയുന്ന അമൃത പറഞ്ഞാൽ ഈ വാർത്തയ്ക്ക് ലോകത്ത് വലിയ ട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഫേസ്ബുക്ക് പൂട്ടാൻ പോവുകയാണ്, പിന്നെ ഇൻസ്റ്റ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും സംഭവിക്കും ഞാൻ വിചാരിക്കുന്നില്ല. ഞാനിത് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം അമേരിക്കയിൽ ഇങ്ങനെ ഒരു പ്രാക്ടീസ് വളരെ ശക്തമായൊരു പ്രാക്ടീസ് നിലനിൽക്കുന്നു. ഫെയർ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അവിടുത്തെ ഫെഡറൽ ട്രേഡ് കമ്മീഷണറായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു കൺസേൺഡ് ഏരിയ ആയിട്ട് വെക്കുന്നു. അത് വാച്ച് ചെയ്യുന്നു, അതിൻ്റെ പിറകെ കൂടുന്നു, കേസുകൾ എടുക്കുന്നു, ആളുകളെ ടെസ്റ്റിഫൈ ചെയ്യുന്നു, ഫൈൻ അടയ്ക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു നല്ല ഒരു പ്രാക്ടീസായിട്ടാണ്. കാരണം ഒരു ഫെയർ ട്രേഡ് ഇൻ്റർനാഷണൽ ലെവലിൽ അതിനുവേണ്ടി നിൽക്കുന്നുള്ള വേറെ ഒരു ക്വസ്റ്റ്യൻ. അവരുടെ ഡൊമസ്റ്റിക് പോളിസി ആയിട്ടെങ്കിലും അത് ശക്തമായിട്ട് അവർ നിലനിർത്തുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. എൻഡ് ഓഫ് ദ ഡേ ഈ പറയുന്ന ഹോൾ ഡിബേറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടും ചില കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നാൽ ഈ PSN പേഴ്സണൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് മൊത്തം ആ ഇൻഡസ്ട്രിയിൽ ഒരു കുത്തകവൽക്കരണമുണ്ട്. ഇപ്പം നമുക്ക് ലോകത്ത് എവിടെ പോയാലും ആളുകൾ ഉപയോഗിക്കുന്ന ഈ PSN ആപ്ലിക്കേഷൻസ് പറയുന്ന ഒന്നുകിൽ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ട്വിറ്റർ, ടിക്ടോക്ക് നമ്മുടെ നാട്ടിലില്ല. ഇങ്ങനെ 5 നമുക്ക് എണ്ണാൻ പറ്റുന്നത്. ഇത് ലോകത്ത് എവിടെ പോയാലും ഈ 5 ആളുകൾ എണ്ണുന്നത്. അത്ര മതിയോ എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന ഒരു പ്രപഞ്ചത്തിൽ അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു 5 പ്രോഡക്റ്റ് മതി എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അത്ര പോരല്ലോ ശരിക്കും. ഇന്ത്യയിൽ 140 കോടിയല്ലേ ഇന്ത്യയിലെ ജനസംഖ്യ. ഇന്ത്യയിൽ നോക്കൂ, ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം ജനങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ പറയുന്ന സാധനങ്ങൾ തന്നെയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, വാട്സപ്പ്, ടിക്ടോക്കിന് നിരോധിച്ച പാടില്ല. പിന്നെ ഏതാണല്ലോ നമുക്ക് ഇത് തന്നെയല്ലേ ഉള്ളൂ അല്ലേ? എക്സും ഉണ്ട്. അത്രയേ ഉള്ളൂ. നോക്കൂ, നമ്മുടെ നാട്ടിലെ ഒരു പ്രോഡക്റ്റ് എന്താണ് നമ്മുടെ നാട്ടിലൊരു പ്രോഡക്റ്റ് ആ നിലയിൽ വളർന്നു വരാത്തത്? അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. നമ്മളിപ്പോൾ ഷെയർ ചാറ്റ് ഒരു ഇന്ത്യൻ പ്രോഡക്റ്റാണ്. പിന്നെ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് മോജ് എന്തായിരുന്നു മോജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ആളുകൾ ഇത്തരം പ്രോഡക്റ്റുകൾ ഇറക്കാഞ്ഞിട്ടല്ല, ഉണ്ട്. ഇപ്പോൾ ഷെയർ ചാറ്റിൽ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു മീഡിയ ആണ്. പിന്നെ നമ്മൾ പിന്നെ വാങ്ങില്ല, അവർ തന്നെ ആ ന്യൂസ് സർവീസ് നിർത്തുക ചെയ്ത്. അപ്പോൾ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഒരു PSN ആപ്പ് ആ നിലക്കുള്ളൊരു പ്രോഡക്റ്റ് ഒരു പോപ്പുലർ ആകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണല്ലോ. അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് മെറ്റയുടെ പ്രോഡക്റ്റുകൾ ഇത്രയും പോപ്പുലർ എന്ന് വെച്ചാൽ അവരുടെ സർവീസ് തന്നെയാണ് അതിന് കാരണം. വളരെ നല്ല സർവീസാണ്. ആളുകൾ
വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ആക്സസിബിലിറ്റി, അതിൻ്റെ ബാക്ക് ആൻഡ് ഫ്രണ്ട് ആൻഡ് അതിൻ്റെ എല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷേ അതേസമയം 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ പോലും ഒരു ഇന്ത്യൻ പ്രോഡക്റ്റിന് അതിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വികസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു മേഖല ഡിവേഴ്സിഫൈ ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ആ നിലക്കുള്ള ഒരു ഡിവേഴ്സിഫിക്കേഷൻ അതിൽ വരുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന പേഴ്സണൽ PSN ഇൻഡസ്ട്രിയിൽ ഒക്ടോബർ 7 ഉണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗസ ഇഷ്യൂ വന്നതിന് ശേഷം മെറ്റയുടെ പ്ലാറ്റ്ഫോമുകൾ സ്വീകരിച്ചിട്ടുള്ള അങ്ങേയറ്റം മുൻവിധി നിറഞ്ഞ അങ്ങേയറ്റം പൊളിറ്റിക്കലായിട്ടുള്ള നിലപാടുകൾ അത് ടിക്ടോക്കിൻ്റെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെയ്തു. പ്രത്യേകിച്ച് അമേരിക്കയിൽ ടിക്ടോക്കിൻ്റെ വളർച്ചയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കാരണം മെറ്റയുടെ ഒരു പ്ലാറ്റ്ഫോം, ഫേസ്ബുക്ക് ആകട്ടെ, വാട്സപ്പ് ആകട്ടെ, ഇൻസ്റ്റ ആകട്ടെ, അവർ ഈ പറയുന്ന പലസ്റ്റൈൻ കണ്ടൻറ്റിനെ അതിമാരകമാം വിധം ഫിൽട്ടർ ചെയ്തു. അപ്പം അവിടെ ആര് എഡ്ജ് എടുക്കുന്നു? ടിക്ടോക്ക് എഡ്ജ് എടുക്കുന്നു. അപ്പോൾ ആ നിലക്ക് ഒരു പൊളിറ്റിക്കൽ ഫിൽറ്ററിങ് വരുമ്പം എഡ്ജ് എടുക്കാൻ ഒരു ചൈനീസ് കമ്പനി അവിടെ ഉള്ളത് കൊണ്ടാണ്. നോക്കൂ, അങ്ങനെ ഒരു ടിക്ടോക്ക് എന്ന് പറയുന്ന ചൈനീസ് കമ്പനി ഇല്ലെങ്കിൽ ബാക്കി പറയപ്പെടുന്ന എല്ലാം US കമ്പനികൾ തന്നെയാണല്ലോ. യൂട്യൂബ് ആണെങ്കിലും എല്ലാം US കമ്പനികളാണ്. അപ്പോൾ ഇതിനകത്തൊരു ഡിവേഴ്സിഫിക്കേഷൻ, വലിയ തോതിലുള്ള വൈവിധ്യവൽക്കരണം വരിക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരു എഫേർട്ട് എടുക്കുവാൻ, ആ നിലക്കുള്ള ഒരു വളർച്ചയ്ക്ക് ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ, അതിൽ ഒരു പക്ഷേ വരാൻ ഇടയുള്ള ശിക്ഷ അത് കാരണമാവുമെങ്കിൽ അത് മൊത്തം മനുഷ്യർക്ക് ഗുണകരമായൊരു കേസായിരിക്കും എന്നാണ് ഞാൻ പറയുക. രാഹുലിന് എന്താ തോന്നുന്നത്, ഈ TC ആരോപിക്കുന്നത് പോലെ പിടികൂടി നശിപ്പിക്കുക എന്നുള്ള ആരോപണം തെളിയിക്കാൻ പറ്റുമോ, അല്ല ഇതങ്ങ് തള്ളിപ്പോവോ? തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവർ ഈ കേസ് എടുത്തിരിക്കുന്നത് ആ കേസിന് അനുരോധമായിട്ടുള്ള വിവരങ്ങൾ സമാഹരിക്കാൻ പറ്റിയത് കൊണ്ട് തന്നെയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, അതായത് സക്കർബർഗിൻ്റെ ഇമെയിൽ വിശദാംശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമുക്ക് പുതിയ കോമ്പറ്റീറ്റേഴ്സിനെ വളർത്താൻ പറ്റില്ല, വിടരുത് അവനെ എന്ന് മാത്രമല്ല വാട്സാപ്പിനെ ഏറ്റെടുത്തപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ സക്സസ് ആയി എന്ന മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് മോണോപ്പൊളി ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് കേസ് എടുത്തിരിക്കുന്നത്. അതേസമയം അദ്ദേഹം അതിന് മറുപടിയായി പറയുന്ന വാദങ്ങൾക്കകത്ത് പ്രശ്നവുമുണ്ട്. ഫേസ്ബുക്കിന് ഇത്രമാത്രം ഫോളോവേഴ്സേ ഇപ്പോൾ ഉള്ളൂ, 30% മാത്രമേ ഞങ്ങളിപ്പോൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂ, ബാക്കി പുറത്താണെന്ന് പറയുമ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം കൂടി എടുക്കാം, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം കൂടി എടുത്താൽ 78% ഹോൾഡ് ചെയ്യുന്നത് മെറ്റയാണ് ഇത് ഏറ്റവും വലിയ ഭീമൻ. അങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി മനഃപൂർവ്വമായി പണിയെടുത്തു എന്നുള്ളതാണ് കേസ്. അപ്പോൾ ആ കേസ് ശരിയാവണ്ണം പരിശോധിച്ചാൽ ഇപ്പോൾ അമേരിക്കയിൽ അങ്ങനെ ഇത്തരം കേസുകൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 85 ഒരു കമ്പനിയെ 7 കമ്പനികളാക്കി വിഭജിച്ചു അവസാനത്തെ നിയമം, വിധി അതായിരുന്നു. ഇതിൻ്റെ വിധി എന്ന് പറഞ്ഞാൽ ഈ കമ്പനികളെ വിഭജിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ കമ്പനികൾ വിറ്റൊഴിക്കാനുള്ള കർശന ഉത്തരവ് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ കമ്പനി ഫേസ്ബുക്ക് ആയിരുന്നു, നിങ്ങൾ ഇൻസ്റ്റഗ്രാമും വാട്സാപ്പ് നിങ്ങൾ ഏറ്റെടുത്തതാണ്, ഇത് രണ്ടും നിങ്ങൾ മൊണോപ്പൊളി ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പരിധി കവിഞ്ഞ ഇടപെടലിലൂടെ നേടിയതാണ്, ഇത് രണ്ടും നിങ്ങൾ ഒഴിവാക്കണമെന്ന് ഉത്തരവ് കൊടുക്കാം. പക്ഷേ ആ ഉത്തരവിലേക്ക് എത്തുന്നതിന് പലതരത്തിലുള്ള പരിമിതികളുണ്ട്. ട്രംപാണ് ഭരിക്കുന്നത്, ട്രംപിന് അദ്ദേഹത്തിൻ്റെ ഫണ്ടിലേക്ക് 1 മില്യൺ കൊടുത്തതാണ്, ട്രംപിനെ വിലക്കിയ ഉത്തരവുകളിൽ നിന്ന് പിൻവാങ്ങി പോവുകയും അതിന് കോമ്പൻസേഷൻ കൊടുക്കുകയും ചെയ്തതാണ്. ട്രംപിനെ പലകുറി അദ്ദേഹം പോയി മീറ്റ് ചെയ്യുകയും അനുഭവം പ്രകടിപ്പിക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെയുള്ള തേർഡ് പാർട്ടി ഫാക്ട് ചെക്കിംഗ് പരിപാടികളൊന്നും ഇനി മുതൽ ഫേസ്ബുക്കിൽ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് വെറുപ്പും പറഞ്ഞോളൂ സാർ, ഞങ്ങൾക്കൊരു വിരോധവുമില്ല, ഇനിയും തല്ലിക്കോ എന്ന് പറഞ്ഞ നിലപാട് സ്വീകരിക്കുക വഴി അദ്ദേഹം ഒരു ധാരണയിൽ പോകുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ചു അദ്ദേഹം വലിയൊരു സോഷ്യൽ മീഡിയ ഭീമനാണ്. ട്രംപിനെ പോലുള്ളൊരു റൈറ്റ് വിങ് ലീഡർക്ക് സോഷ്യൽ മീഡിയ ആവശ്യമുണ്ട്. അദ്ദേഹം ലോകത്ത് തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിലൊരാളാണ്. അദ്ദേഹമായിട്ടും നല്ല ധാരണയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് ഫൈനലി ഇതിപ്പോൾ ഈ മെറ്റയെ മുഴുവൻ വിഘടിപ്പിക്കുന്ന ഒരു വിധി വരുമെന്ന് വിചാരിക്കാൻ നിവൃത്തിയൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ ഫെഡറൽ ട്രേഡ് കമ്മീഷനകത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട അതിൻ്റെ ഘടനയിൽ തന്നെ ട്രംപ് കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഡെമോക്രാറ്റുകളെയൊക്കെ പുറത്താക്കിക്കൊണ്ട് അദ്ദേഹത്തിന് മാത്രം താല്പര്യമുള്ള സെറ്റപ്പാക്കി അതിനെ മാറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ട് അങ്ങനെ ഭയപ്പെടാനുള്ള സാഹചര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്താണ് നമ്മൾ കണ്ടത്, ഇന്ത്യയിലിരിക്കും, നേരത്തെ ദാവ്സോയ് പറഞ്ഞല്ലോ, അതായത് മൊണോപ്പൊളി വേണ്ട എന്ന് ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾ മനഃപൂർവ്വം ഏതെങ്കിലും മേഖലയിൽ മൊണോപ്പൊളി ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ നിങ്ങളെ പിടിക്കും, ശിക്ഷിക്കും, ആ പരിപാടി അവസാനിപ്പിക്കുന്ന ഒരു രാജ്യത്ത് നിയമം ഉണ്ടാക്കിയിരിക്കുക. ഇന്നലെ പറഞ്ഞല്ലോ അമേരിക്ക എല്ലാ കാര്യത്തിലും ലീഡർഷിപ്പ് റോളിൽ നിൽക്കുന്നതുകൊണ്ടാണെന്ന്. അപ്പോൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ കൗതുകം തോന്നുന്നില്ലേ, ഇവിടെ അംബാനി അതാനും കംപ്ലീറ്റ് മൊണോപ്പൊളി ആക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം അവർ ഏറ്റെടുക്കുകയാണ്. എന്ന് വെച്ചാൽ സ്വകാര്യ മേഖലകളിൽ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം അവരെടുത്തു. സർക്കാരിൽ നിന്ന് വല്ലതും വേണമെങ്കിൽ അതും കൊടുക്കാൻ കെയറാണ്. വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും സർവ്വതും അവർക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ രാജ്യത്ത് കംപ്ലീറ്റ് ഓപ്പറേഷൻസ് ഗവൺമെൻറ്റിനേക്കാൾ വലിയ ഈ പറഞ്ഞ സംഗതികളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന
സിംഗിൾ ഗ്രൂപ്പുകളായിട്ട് ഇവർ രണ്ടുപേരും മാറിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള നയപരമായ മാറ്റങ്ങൾ നമ്മൾ നിരന്തരം കൽക്കരി ഖനി നടത്തുന്നതും അവർ പറഞ്ഞ വൈദ്യുതി വിതരണം നടത്തുന്നതും വിമാനത്താവളം നടത്തുന്നതും മൊബൈൽ സർവീസ് തരുന്നതും ഫുഡ് എല്ലാം സംഭരിക്കുന്നവർ, വിതരണം ചെയ്യുന്നവർ മൊത്തം അവരുടെ കയ്യിലാണ്. എല്ലാം സിനിമ ടാക്കീസും കംപ്ലീറ്റ് അവരുടെ കയ്യിലാണ്. അപ്പം മൊണോപോളി നിങ്ങൾ രണ്ടുപേരും കൂടി ആയിക്കോളൂ എന്ന് പരമാവധിയിൽ കവിഞ്ഞ ഒരു സമീപനം നമ്മുടെ സർക്കാർ എടുക്കുമ്പോഴാണ് അമേരിക്കയിലെ ഭരണകൂടം അങ്ങനത്തെ മൊണോപോളി ഏർപ്പാടുകൾ നടക്കില്ല, ഒരു കമ്പനിയെ ഏറ്റെടുത്തുകൊണ്ട്. അപ്പോൾ അതിനെന്താണ് ഗുരുതരമായ കുറ്റമൊന്നുമല്ല. പക്ഷേ എന്താണ് സംഭവം, അവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വേറൊരു കമ്പനിയെ മേടിച്ചത്, എന്താ തെറ്റത്? പക്ഷേ ഒരുതരം കച്ചവട ധാർമ്മികത എന്നൊരു സംഗതി ഉണ്ടല്ലോ, അതിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു ലോ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ലോ അവർ പ്രാക്ടീസ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കടുത്ത നടപടികളെടുത്തതിൻ്റെ ചരിത്രം പോലും അവർക്കുണ്ട്. ഇനിയും അതിനകത്ത് ഇപ്പോൾ സക്കർബർഗിനെ നിരാശപ്പെടുത്തുകയും അല്ലെങ്കിൽ വലിയ ലോസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഉത്തരവൊന്നും വരുമെന്ന് വിചാരിക്കാൻ നിർവാഹമില്ല. ഇപ്പം വന്നാൽ സക്കർബർഗ് പൊളിയും. കാരണം ഫേസ്ബുക്ക് തീർന്നുകൊണ്ടിരിക്കുകയെന്ന് നമുക്കറിയാം. വലിയ തോതിൽ അതിൻ്റെ ഫോളോവേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഫണ്ട് കൊണ്ടാണ് ശരിക്കും അതിൻ്റെ മൊത്തം അവരുടെ റവന്യൂവിൽ 50% എബവ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ റവന്യൂ ആണ്. ഇൻസ്റ്റഗ്രാം കയ്യിൽ നിന്ന് പോയാൽ സക്കർബർഗിനെ സംബന്ധിച്ച് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫേസ്ബുക്കിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇൻസ്റ്റഗ്രാം. അടുത്തതിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. സോ അത് പോയാൽ പ്രയാസമായിരിക്കും. ഭയങ്കര ഗുരുതരമായ ആരോപണമുണ്ട്. ചൈനീസ് കമ്പനികളുമായും ചൈനീസ് ഗവൺമെൻറ്റുമായിട്ട് ധാരണയുണ്ടാക്കി പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് അവിടുത്തെ ചൈനീസ് സർക്കാരിൻ്റെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചില ഫിൽട്ടറുകൾ ഉണ്ടാക്കി. ചൈനീസ് സർക്കാരിൻ്റെ താല്പര്യങ്ങളനുസരിച്ച് കൊണ്ട് ഹോങ്കോങ്ങിന് മേൽ അവിടുത്തെ ആളുകൾക്ക് മറ്റ് പല രാജ്യങ്ങൾക്കും കൊടുക്കുന്ന പ്രൈവസി ഷീൽഡുകൾ കൊടുത്തില്ല. ഹോങ്കോങ്ങിലെ ആളുകൾക്ക് മറ്റ് EU രാജ്യങ്ങളിലൊക്കെ കിട്ടുന്നുള്ള പ്രൈവസി ഷീൽഡുകൾ കൊടുക്കാൻ പാടില്ല എന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവിടുത്തെ ഭരണകൂടവും ആവശ്യപ്പെടുന്നു. ശരി, കൊടുക്കുന്നില്ല, അവരെ അങ്ങോട്ട് തുറന്നു. അപ്പോൾ അവിടുത്തെ ചൈനീസ് പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഫിൽറ്ററുകളുടെ കാര്യത്തിൽ സർക്കാരുമായിട്ട് നേരിട്ട് ധാരണയുണ്ടാക്കി സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് പ്രത്യേക ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. ഇതൊക്കെ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളാണ്. അപ്പോൾ സക്കർബർഗ് എന്തായാലും ചില്ലറ ബുദ്ധിമുട്ടുകളല്ല അഭിമുഖീകരിക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് റൺ ചെയ്യാൻ കഴിയുമായിരുന്ന ഒരാൾ വലിയ പ്രയാസം നേരിടും. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് അമേരിക്കൻ കോൺഗ്രസിൽ 42 ഗവർണർമാരാണ് പരാതി കൊടുത്തിട്ടുള്ളത്. കുട്ടികളെ അഡിക്റ്റ് ആക്കുകയാണ് ഈ പ്ലാറ്റ്ഫോം. അപ്പോൾ അവർ രാജ്യത്തെ ഒരു വലിയ സംരംഭകൻ, ആ സംരംഭകൻ ലോകം മുഴുവൻ പടർന്നു പന്തലിക്കുകയും ലോകത്തെ മുഴുവൻ 300 കോടി ആളുകൾ ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഓർ ഫോളോവേഴ്സാണ്. 300 കോടി ആളുകൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നു പറയുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്താണെങ്കിലോ, നമ്മുടെ രാജ്യത്തെ ഒരു വ്യവസായി ലോകം മുഴുവൻ പടരുന്നതിൽ നമ്മൾ ആനന്ദിക്കുകയും അയാളെ പ്രൊമോട്ട് ചെയ്യുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അദാനിക്കെതിരെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയും വ്യവസായ വളർച്ചയും തടയാൻ ഇവന്മാർ ശ്രമമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കുമല്ലോ. അവിടെ ഇദ്ദേഹത്തെ അമേരിക്കൻ കോൺഗ്രസ് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ കാണിക്കുന്ന പണി, നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോം കണ്ട് എത്ര കുട്ടികൾ അഡിക്റ്റ് ആകുന്നു, അവരെന്തുമാത്രം ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനെ നേരിടുന്നു നിങ്ങൾക്കറിയാമോ എന്ന് മുഖത്ത് നോക്കി ചോദിച്ചു. അവർ ഇരുത്തി വെള്ളം കുടിപ്പിച്ചു, ലിറ്ററലി. അതാണ് രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് കാണണം. മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിലും വ്യവസായ പ്രമുഖനെ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കാൻ ധൈര്യം ഉണ്ടാവും. ഒരു FIR ഇടാൻ, കേസെടുക്കാൻ നമ്മുടെ നാട്ടിൽ ആലോചിക്കാൻ പറ്റില്ല. ഒരു ലെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വ്യവസായിയെ തൊടുക, ചോദിക്കുക എന്നുള്ളത് പത്രവാർത്ത പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ലിയർ ആയിട്ടുള്ള ഓഡിറ്റ് നടക്കുന്നു. യൂറോപ്യൻ യൂണിയൻ നേരത്തെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ പേരിൽ പിഴ ചുമത്തുന്നുണ്ട്. അമേരിക്കയിൽ തന്നെ ഒന്നിലധികം കേസുകൾ ഈ പറയുന്ന വിശ്വാസ ലംഘനം, പ്രൈവസി ഇഷ്യൂസിൻ്റെ പേരിൽ ഉണ്ടാക്കുന്നു, അതിൻ്റെ പേരിൽ പിഴ ചുമത്തുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ള ഓഡിറ്റ് അവിടെ നടക്കുന്നു എന്നുള്ള ശുഭകരമായ കാര്യമാണ്. അല്ലാതെ ഇപ്പോൾ ഈ കമ്പനി പൂട്ടിപ്പോകുന്നോ, കമ്പനിക്ക് എന്തെങ്കിലും അപായം ഉണ്ടാവുമെന്ന് വിചാരിക്കാൻ തൽക്കാലം നിവൃത്തിയില്ല. അതായത് നേരത്തെ പറഞ്ഞാൽ മാക്സിമത്തിൽ വിധി വന്നാൽ പോലും ഈ സ്ഥാപനങ്ങൾ എക്സിസ്റ്റ് ചെയ്യും. അതിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലായിരിക്കും, അതിൻ്റെ മേജർ ഷെയർ ആരുടെ കയ്യിലായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ. പക്ഷേ ഇത് നടക്കേണ്ടതാണ്, നല്ല കാര്യം എന്നാണ് വിചാരിക്കേണ്ടത്.